രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം ക്രൂരമായാണ് സ്ത്രീകളോട് ഇടപെട്ടത് എന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ ഇന്ന് പുറത്തു വന്നു. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കുമെന്നാണ് ഭീഷണി. തന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നും രാഹുൽ പറയുകയാണ്. അതിനിടെ കേസിൽ രാഹുലിനെ കസ്റ്റഡിയിൽ വേണമെന്ന അപേക്ഷയിൽ നാളെ വിധി പറയും. SITയുടെ അപേക്ഷ പരിഗണിച്ച തിരുവല്ല കോടതി പ്രതിയെ നാളെ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗത്തിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി പോലീസ് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. എന്താണ് രാഹുലിന്റെ ഭീഷണി, കോടതിയിൽ നടന്നത് എന്തൊക്കെയെന്ന് CK അഭിലാൽ പറയും. തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അനുകൂല വിധി പുറപ്പെടുവിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി വിശദമായ വാദം പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നുള്ളത് കോടതി വിശദമായി തന്നെ കേൾക്കും. അതിനുശേഷമായിരിക്കും വിധി പ്രസ്താവിക്കുക. ഒന്നുകിൽ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്ന മുഴുവൻ ദിവസവും അനുവദിക്കും, അതല്ലെങ്കിൽ അതിനോട് അടുത്ത ഒരു ദിവസത്തേക്കായിരിക്കും പ്രതിയെ കസ്റ്റഡിയിലേക്ക് വിടുക. അന്വേഷണം പ്രാരംഭ ദിശയിൽ മാത്രമാണ് എന്നതും പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യകതയായി മാറിയിട്ടുണ്ടെന്നും വിവിധയിടങ്ങളിലെ തെളിവെടുപ്പ് കൂടി പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായും അന്വേഷണ സംഘം കോടതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിൽ കോടതി പോലീസിന്റെ റിപ്പോർട്ട് കൂടി ആവശ്യപ്പെട്ടിരുന്നു. അതുകൂടി ഒരുപക്ഷെ നാളെ സമർപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളൊന്നും തന്നെ നിയമപരമായി നിലനിൽക്കുന്നതല്ല. അതിനാൽ പ്രതിക്ക് എത്രയും വേഗം ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ് ഇന്ന് പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ നിലപാടെടുത്തത്. എന്തായാലും അന്വേഷണത്തിന്റെ പുരോഗതി അളക്കാതെ, അല്ലെങ്കിൽ അതിന്റെ പുരോഗതി റിപ്പോർട്ട് ലഭ്യമാകാതെ കേസിൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കാനാകില്ല എന്നുള്ള നിലപാടാണ് ഇന്ന് മജിസ്ട്രേറ്റ് സ്വീകരിച്ചത്. എന്തായാലും നാളെ പ്രതീക്ഷിക്കുന്നത് പ്രതിഭാഗത്തിന്റെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെയും വിശദമായ വാദമാണ്. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുന്ന പ്രതി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നാളെ പോലീസ് 10 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കും.